السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ഇന്നലെ ദിക്ർ ദുആനെ സംബന്ധിച്ച് പറഞ്ഞ് അവസാനം സലാം സൂര്യനെ ദേഷ്യം പിടിച്ച്, സംഗതി ദേഷ്യം പിടിച്ചതല്ല, നമ്മക്ക് പറ്റണ ഒരാള് മാണല്ല അതിന് വേണ്ടിയിട്ട് സലാം സൂര്യനെ. പിന്നെ അല്ലെങ്കിൽ ആരൂരിനൊക്കെ വെളുണ്ട്, ആരൂരിനറിയാം ചോദിക്കേണ്ടത് തന്നെയാണ് ഇന്ന്. പക്ഷെ ചോദിച്ചാൽ ചിലപ്പോമാണെങ്കിൽ എന്തെങ്കിലും ചൂടുള്ള കേൾക്കുന്നുള്ള ആൾക്ക് ആരൂര് മുണ്ടാതെ ഇരുന്ന്, മനസ്സിലായില്ലേ? അപ്പൊ മുണ്ടാതെ ഇരുന്നപ്പോ മെല്ലെ പിന്നെ ചോദിക്കാനുള്ളത് സൂര്യ ചോദിച്ചു. അപ്പൊ കിട്ടേണ്ടത് സൂര്യ കിട്ടി. ആരൂര് എന്നിട്ട് പിന്നെ ചിരിക്കുകയാണ്, ഞാൻ രക്ഷപ്പെട്ടു പറഞ്ഞിട്ട്. അപ്പോ അവിടെ സംശയിക്കാനൊന്നും ഇല്ല കേട്ടാ, അവിടെ വളരെ വാഹിറായ സ്ഥലമാണ്. അഫ്അല തഫ്ളീൽ എവിടെ ഉപയോഗിക്കണമെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. അഫ്അല തഫ്ളീൽ എവിടെ ഉപയോഗിക്കണമെങ്കിലും അതിന്റെ ബാബിലാണെങ്കിൽ എന്തു വേണം? ഫളീലത്തിൽ മുഷാറക്കത്തുള്ള രണ്ട് വസ്തുക്കളിൽ ഒന്നിന് ഒലപത്തുണ്ട് എന്ന അർത്ഥം വരുമ്പോഴേ അഫ്അല തഫ്ളീലിന്റെ മായന അതിന്റെ ബാബിലാവുള്ളൂ, ശരിയല്ലേ? അപ്പൊ അതനുസരിച്ച് ഇമാമിന് അഫ്ളൽ എന്ന് പറയുമ്പോ ഒരു ഫളീലത്ത് വേറെ ഉണ്ട്, അതാദ്യം മനസ്സിലാക്കുക. അതായത് മൗമൂമിയങ്ങളും ഒറ്റക്ക് സ്കരിക്കുന്നവരും ഒക്കെ ഖിബലക്ക് മുന്നിട്ട് ഇരുന്ന് തന്നെയാണ് ദിക്റും ദുആ ചെയ്യേണ്ടത്. അങ്ങനെ തന്നെ ഒരു ഇമാമ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഫളീലത്തുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിൽ ഫളീലത്തുണ്ട്. പക്ഷേ അതിനേക്കാളും അഫ്ളൽ സ്ഥലം മാറിയിരിക്കലാണ് കേട്ടോ. അപ്പൊ ഫളീലത്തിന്റെ വിഷയത്തിൽ ഖിബലക്ക് മുന്നിട്ടിരിക്കുക എന്ന് പറയുന്ന വിഷയം ഇമാമിനും ഉണ്ട് ഫളീലത്ത്, ഒറ്റയ്ക്ക് ഇരിക്കുന്നവർക്കും ഉണ്ട് ഫളീലത്ത്. എന്നാൽ ഈ ഫളീലത്തുള്ളതോടുകൂടി അയാളെ സംബന്ധിച്ച് അഫ്ളൽ സ്ഥലം മാറിയിരിക്കണം. അപ്പൊ രണ്ടാമത്തെ ദർജയായി. അൽ അഫ്ളൽ എന്ന് പറയുന്ന എല്ലേക്കും അഫ്ളൽ എന്ന് പറഞ്ഞാൽ ഖിബലക്ക് മുന്നിട്ടിരിക്കുക എന്ന് പറയുന്ന അസ്ല് ഫളീലത്തിനെക്കാട്ടിലും സ്ഥലം മാറിയിരിക്കുക എന്ന് പറയുന്ന അഫ്ളലിയത്തിനെക്കാട്ടിലും അൽ അഫ്ളൽ അവിടെ തന്നെ തിരിഞ്ഞിരിക്കലാണ്. അതിന് കാരണം എന്താ? അൽ അഫ്ളൽ വരാൻ കാരണം നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ദിക്ർ ചൊല്ലുക എന്ന് പറയുന്ന ഫളീലത്ത് കിട്ടുകയും ചെയ്യും. കടന്നു വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നിസ്കാരത്തിൽ തന്നെ ചില ഗഫലത്തുള്ള ആളുകൾക്കും സംശയം ജനിക്കാതിരിക്കാൻ സഹായകമാവുകയും ചെയ്യും തിരിഞ്ഞിരുന്നാൽ. അപ്പോ സംശയം ജനിക്കുക എന്ന് പറയുന്ന മഹദൂർ ഇല്ലതാനും അതോടുകൂടി നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ദിക്ർ ചൊല്ലുക എന്ന് പറയുന്ന ഫളീലത്ത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അൽ അഫ്ളൽ തിരിഞ്ഞിരിക്കലാണ്. അത് നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് ചെല്ലുക എന്ന് പറയുന്ന ആ ഫളീലത്തില്ലെങ്കിലും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ ഇടവരില്ല എന്നതുകൊണ്ട് മാറിയിരിക്കല്ല ഇതിനെ തൊട്ട് താഴെയാണ്. എന്നാൽ ഹറാമൊന്നുമല്ല മൗമൂമിങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ ഒറ്റക്ക് സ്കരിക്കുന്ന പോലെ തന്നെ ഖിബ്ലക്ക് മുന്നിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിൽ കറാഹത്തില്ല. തന്നെയല്ല അസ്ല് ഫളീലത്തുണ്ട് താനും. ഇങ്ങനെ മൂന്ന് ദർജയാണ്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചേക്ക് അഫ്ളലും അൽ അഫ്ളലും പറയുമ്പോ അത്ഫിട്ട് കഴിയുമ്പോ ബേക്കിലാണ്, അത് മേപ്പെട്ട, മനസ്സിലായില്ലേ? മേപ്പെട്ടാണ്. അത് മനസ്സിലാക്കിയാൽ അവിടെ ഒരു സംശയത്തിനും വഴിയില്ല. ഇന്നലെ ഞാൻ പറഞ്ഞതിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എങ്കിൽ കൂടി ഒന്നുകൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വിഷയം പറഞ്ഞതാണ്. അതായത് ഒന്നാമത്തെ ദർജ ഖിബ്ലയിലേക്ക് മുന്നിട്ട് നിൽക്കുക, അതിൽ ഫളീലത്തുണ്ട്. രണ്ടാമത്തെ ദർജ ആ ഫളീലത്തിനെക്കാട്ടിലും അഫ്ളലിയത്ത് സ്ഥലം മാറിയിരിക്കുന്നതിൽ. എന്നാൽ എല്ലാത്തിലും ഖിബ്ലക്ക് മുന്നിട്ടിരിക്കുന്നതിനെക്കാട്ടിലും മാറിയിരിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഫളീലത്ത് അവിടെ തന്നെ തിരിഞ്ഞിരിക്കുന്നതിലാണ്. അതിന്റെ കാരണം ഒന്ന്, നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് ദിക്ർ ചെല്ലുക തന്നെ ഫളീലത്തും കിട്ടും. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ ഇടവരുക എന്ന് പറയുന്ന പ്രശ്നമൊട്ട് ഇല്ല എന്നതുകൊണ്ടും എല്ലാ നിലക്കും അഫ്ളൽ അവിടെ തന്നെ തിരിഞ്ഞിരിക്കലാണ്.
ഇനി മാറിയിരുന്നാലും കുഴപ്പമില്ല, എന്നാൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കൂല എന്ന ഒരു ഗുണം അതിലുണ്ട്. ഇനി നിസ്കരിക്കുമ്പോൾ സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാല് മാറിയിരിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വയുന്തബു സുന്നത്താക്കപ്പെടും അയ്യന്തഖില മാറി നിൽക്കൽ ലി ഫർളിൻ മറ്റൊരു ഫർദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നേരത്തെ നിസ്കരിച്ച സുന്നത്താണെങ്കിൽ ഇനി ഫർദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഔ നഫലിൻ ഒരു സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം രണ്ടാമതൊരു സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ഒരു ഫർദ് നിസ്കരിച്ചതിന് ശേഷം അടുത്ത സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി. അപ്പൊ രണ്ടും പറയണപ്പയില് മനസ്സിലായില്ലേ? അതായത് ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ അടുത്ത സുന്നത്ത് നിസ്കരിക്കാനും മാറിക്കുക, ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ ഫർദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മാറിക്കുക, ഫർദ് നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുക. അപ്പൊ ഫർളോ സുന്നത്തോ ആയ ഒരു നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അടുത്ത് രണ്ടാമതൊരു ഫർളോ സുന്നത്തോ ആയ നിസ്കാരം നിസ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മാറി നിൽക്കൽ സുന്നത്താക്കപ്പെടും. എവിടക്ക്? എവിടുന്ന്? മിൻ മൗദിഇ സ്വലാത്തിഹി, താൻ നിസ്കരിച്ച ആ സ്ഥലത്തിൽ നിന്നും മാറി നിൽക്കൽ സുന്നത്താക്കപ്പെടും. എവിടക്ക്? അടുത്തൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുക. എന്തിനാണത്? ഒരു നിസ്കാരം ഒരുത്തി നിസ്കരിച്ച രണ്ടാമത്തെ നിസ്കാരം അല്പം മാറി നിൽക്കുക, പിന്നെ മൂന്നാമത്തെ നിസ്കാരം അല്പം മാറി നിൽക്കുക. ഇങ്ങനെ മാറി നിൽക്കൽ സുന്നത്താകും. നമ്മൾ പലപ്പോഴും ചെയ്യാത്തതാണത് കേട്ടാ. അതായത് ഇപ്പോ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടിക്കോളി, 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ 10 സലാം വരും. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയാൽ ഒന്ന് മാറി നിൽക്കുക, പിന്നെ 2 റക്അത്ത് സലാം നിസ്കരിക്കാൻ വീട്ടിയാൽ ഒന്ന് മാറി നിൽക്കുക, പിന്നെ അടുത്ത 2 റക്അത്തിൽ അങ്ങനെ 10 സ്ഥലത്തുനിന്ന് 20 റക്അത്ത് നിസ്കരിക്കുക. അതിന് പക്ഷെ ചിലപ്പോ സൗകര്യം ഉണ്ടാവില്ല. സൗകര്യം ഉണ്ടെങ്കിൽ അതും സുന്നത്താണ്. അതുപോലെ തന്നെ മുഹാ നിസ്കരിക്കുന്നു 8 റക്അത്ത് 4 സ്ഥലത്ത് നിസ്കരിക്കാം. അതുപോലെ വിത്ർ നിസ്കരിക്കുന്നു 11 റക്അത്ത് 5 6 സ്ഥലത്ത് നിസ്കരിക്കുക. ഇങ്ങനെ നിസ്കരിക്കൽ സുന്നത്ത. എന്തിനാണത്? ലിയശ്ഹദ ലഹു, ഈ നിസ്കരിച്ച ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ഹദറത്തിൽ സാക്ഷി നിൽക്കാൻ വേണ്ടിയിട്ട് അൽ മൗദിഉ, താൻ നിസ്കരിച്ച സ്ഥലങ്ങളൊക്കെയും. ആണോ? സൂറത്ത് സുൽസിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കണ്ടിട്ടില്ലേ? യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, നാളെ മഹ്ശറ വൻസഭയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മുന്നിൽ ഭൂമി അതിന്റെ മുകളിൽ വെച്ച് നടന്ന എല്ലാ വിവരങ്ങളും തുറന്നു പറയും എന്ന്. അപ്പോ ഭൂമിയിൽ വെച്ച് നമ്മൾ ഖൈറായ കാര്യങ്ങൾ ചെയ്താൽ ആ സ്ഥലം ഖൈർ കൊണ്ട് സാക്ഷി നിൽക്കും. ഷർറായ തെറ്റായ ഒരു കാര്യം ചെയ്താൽ ആ സ്ഥലം ആ ഷർറിന് ഇവനെതിരിൽ സാക്ഷി നിൽക്കും എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ഒരു സ്ഥലത്ത് തന്നെ നിസ്കരിക്കുന്നു കൂട്ടിക്കോളി, എന്നാ ആ സ്ഥലം മാത്രമേ ഓന് സാക്ഷി പറയാണ്ടാവുള്ളൂ. കുറെ സ്ഥലത്ത് നിസ്കരിച്ചാൽ ആ സ്ഥലമൊക്കെ അവൻ അനുകൂലമായിട്ട് സാക്ഷി പറയും. അപ്പോ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചപ്പോക്ക് 10 സ്ഥലത്ത് ഈ 2 റക്അത്ത് മാറി നിന്നാൽ ഈ 10 സ്ഥലവും അവൻ അനുകൂലമായിട്ട് സാക്ഷിക്കും. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഈ മാറി നിൽക്കണം എന്ന് പറയുന്നത്. പക്ഷേ എല്ലായിടത്തും മാറി നിൽക്കണ്ട. എപ്പോഴാണ് മാറി നിൽക്കൽ സുന്നത്ത്? ഹൈസുലം തുആരിളുഹു, ഈ ഇന്തിഖാൽ, ഈ മാറി നിൽക്കുന്നത് എതിരാവാതെ വരുമ്പോൾ ഫളീലത്തുൻ, ഒരു വേറെ മാത്തായ ഒരു ഫളീലത്ത് അതിനോട് എതിര് വരും. നിനപ്പം നിൽക്കണോടത്ത് നിന്ന് മാറി നിന്നാൽ ഇപ്പൊ കിട്ടുന്ന വേറെ ഒരു മഹത്വം പോവും. എന്ത് ഫളീലത്ത്? ഫളീലത്തു നഹ്വി സഫിൻ അവ്വല. ഉദാഹരണം, ഇപ്പോൾ അവൻ ഒരു നിസ്കാരം നിസ്കരിച്ച് 1-ാം സഫിന്നാ, ഇനി മാറി നിൽക്കാൻ 1-ാം സഫിൽ വേറെ സ്ഥലം കിട്ടാനില്ല. ഒന്നിരിക്കലും ആ നിസ്കരിച്ച സ്ഥലത്ത് എന്നൊക്കെ ഇരിക്കണം, അതല്ലെങ്കിൽ 2-ാം സഫിക്ക് മാറി നിൽക്കണം. എന്നാ പിന്നെ ആ 2-ാം സഫിക്ക് മാറി നിൽക്കുന്നതിനേക്കാൾ നല്ലത് നേരത്തെ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ. കാരണം എന്താ? 1-ാം സഫിന്റെ ഫളീലത്ത് എന്ന് പറയുന്നത് വളരെ മഹത്തായ ഫളീലത്താണ്. ഈ സ്ഥലം മാറി നിൽക്കുക എന്ന് പറയുന്ന ഒരു ഫളീലത്ത് തന്നെയാണെങ്കിലും അതിനേക്കാൾ പ്രാധാന്യം 1-ാം സഫിന്റെ മഹത്വം. ഇനി അതല്ലെങ്കിൽ വേണ്ട, ഇമാമിനോട് അടുത്താണ് ഇവനുള്ളത്, ഇമാമിന്റെ തൊട്ട് വലതു ഭാഗത്തായിട്ട് ഇയാളുണ്ട്.
അങ്ങനെ നിസ്കരിച്ച സലാം വീട്ടി. ഇനി ആണെങ്കിൽ ഇടത്തോട്ട് നിൽക്കണം. ഇമാമിന്റെ ഇടതുവശത്തേക്ക് നിന്നെങ്കിലേ എന്ത് കിട്ടുള്ളൂ? സ്ഥലം കിട്ടുള്ളൂ. എന്നാ പിന്നെ വേണ്ട. കാരണം വലതുവശത്തിന്റെ ഫളീലത്ത് എന്തായാലും ഇടതുവശത്തിന് കിട്ടൂല. സ്ഥലം മാറുക എന്ന് പറഞ്ഞൊരു ഫളീലത്തുണ്ട്. അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ഇമാമിന്റെ വലതുവശം എന്ന് പറയുന്നത്. ഇങ്ങനെ അപ്പൊ ഇമാമിന്റെ വലതുവശം കിട്ടുക, അല്ലെങ്കിൽ ഒന്നാം സഫ് കിട്ടുക, ഇമാമിനോട് അടുത്ത സ്ഥലം കിട്ടുക പോലെയുള്ള ഫളീലത്ത് ഇതിന് വിരുദ്ധമാകാതെ വരുമ്പോഴേ മാറി നിൽക്കേണ്ടതുള്ളൂ. ഉദാഹരണം, മദീനത്തെ പള്ളിയിലാണ്, ഇപ്പൊ പഴയ പള്ളിയിലാണ് നിന്ന് നിസ്കരിച്ചത്. ഇനി അവിടുന്ന് മാറിക്കുകയാണെങ്കിൽ പഴയ പള്ളിയിൽ നിന്ന് മാറി പുതിയ പള്ളിയിലേക്ക് മാറിക്കണം. എന്നാ പിന്നെ അവിടെ പഴയ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാൽ മതി. അപ്പൊ സ്ഥലം മാറണ്ട. അപ്പൊ ഇങ്ങനെ മറ്റൊരു ഫളീലത്ത് ഈ സ്ഥലം മാറി നിൽക്കുന്നതിനോട് എതിര് വരാത്ത സാഹചര്യത്തിലാണ് സ്ഥലം മാറി നിൽക്കേണ്ടത് എന്ന്. അപ്പൊ ഇങ്ങനെ ഫളീലത്ത് ഇടക്ക് ഫളീലത്ത് നഷ്ടപ്പെടും എന്ന് കണ്ട പിന്നെ മാറിക്കണ്ട. എന്നാ പിന്നെ എന്താ ചെയ്യേണ്ടത്? പറയുന്നത് ഫൈലം എന്തൊക്കെ ഇങ്ങനെ വല്ല കാരണങ്ങളാലും സ്ഥലത്തിൽ നിന്നിട്ട് മാറി നിൽക്കുന്നില്ല. ഉദാഹരണം, ഒന്നാം സഫിൽ നിന്ന് മാറി രണ്ടാം സഫിലെ അവന് സ്ഥലം കിട്ടുള്ളൂ. എന്നാ പിന്നെ മാറണ്ടാണ്. അല്ലെങ്കിൽ ഇമാമിന്റെ വലതുവശത്താണ് ഇവന് സ്ഥലം കിട്ടിയിരുന്നത്, മാറിക്കണമെങ്കിൽ ഇടത്തോട്ടേ സ്ഥലം കിട്ടുള്ളൂ, വലത്തോട്ട് ഞാൻ സ്ഥലം കിട്ടൂല. നാ മാറിക്കണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇമാമിനെ അടുത്താ വേണ്ടത്, ഇനി മാറി നാ ഇമാമിന് കുറെ ദൂരത്ത് പോവും. എന്നാ മാറിക്കണ്ട. എന്നാ പിന്നെ എന്താ ചെയ്യാ? മാറി നിൽക്കുന്നില്ലെങ്കിൽ അപ്പൊ ഫൈലം എന്തൊക്കെ സ്ഥലം മാറി നിൽക്കുന്നില്ല എങ്ങനെ വല്ല കാരണത്താലും, എന്നാൽ ഫസല ഒന്നാമത്തെ സംസ്കാരത്തിന്റെയും രണ്ടാമത്തെ സംസ്കാരത്തിന്റെയും ഇടയിൽ വിട്ടുപിരിക്കണം. എന്തുകൊണ്ട് വിട്ടുപിരിക്കണം? ബികലാമി ഇൻസാനിൻ, മനുഷ്യവർത്താനം എന്ന് പറഞ്ഞാൽ ദിക്ർ ദുആ പോലത്തതല്ലാത്തത് എന്നാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? അതിൽ പക്ഷേ മഹാന്മാർക്ക് ഖിലാഫുണ്ട്. എന്ത് വർത്താനായാലും മദീന കേട്ടോ. ഇവിടെ ശറയാലും പറയാണ് മനുഷ്യ സംസാരം തന്നെ വേണം എന്ന് നിബന്ധനയാണോ, അതല്ല സംസാരം ഉണ്ടായാൽ മതിയോ? ബൽ മിസ്ലുഹു കലാമുല്ലാഹി വ ദിക്ർ ഖുർആനോ ദിക്റൊക്കെ അങ്ങനെ ആയാൽ മതിയോ എന്ന് എനിക്കൊരു സംശയം. സുമറായിത്തു അഷ് അലിയു ശബ്റാമല്ലസി ഫി ബാബി സ്വലാത്തിൻ നഫിന്റെ ബാബിൽ പറയുന്നു, ഫി മബഅസിൽ ഇർതിജാഇന്റെ അവിടെ കതബല ഖൗലി നിഹായ ഔ ഫസല ബിനഹ്വി കലാമിൻ എന്ന കലാമിന്റെ അവിടെ അലിയു ശബ്റാമല്ലസി പറയാണ് മാനസുഹു ഇങ്ങനെ വലൗ മിനൽ ദിക്രി ഔൽ ഖുർആനി, കണ്ടോ, ദിക്റോ ഖുർആനോ ആയിരുന്നാലും മതി. ലിഅന്നൽ മഖ്സൂദ മിൻ തമ്മീസ് സ്വലാത്തി അല്ലദീ ഫറഗ മിൻഹാ മിന സ്വലാത്തി അല്ലതീ ശറഅ ഫീഹാ. കണ്ടോ, കഴിഞ്ഞ നിസ്കാരവും തുടങ്ങാൻ പോകുന്ന നിസ്കാരവും തമ്മിലൊന്ന് വേർതിരിയൽ മാത്രമേ ലക്ഷ്യമുള്ളൂ. അത് ഇടക്ക് ദിക്റില്ലാലും മതി, ഖുർആൻ ഓതിയാലും മതി. വവഅഫഖഹു അലാ ദാലിക ശഖറാവി ومقتضاه أن كلام الإنسان هنا ليس بقيد بل مثله الذكر وبالقرآن. അപ്പൊ എന്ത് പറഞ്ഞാലോ, അതിലെ നല്ല മണിക്കേണ്ട ഒരു വിഷയമാണ്. തറാവീഹിനൊക്കെ ഇപ്പൊ സ്ഥലം പറഞ്ഞേക്ക് മാറി മാറി നിൽക്കാൻ കഴിയില്ല. കാരണം അത് സ്വഫുള്ളായിട്ട് ആളുണ്ടാവും. അപ്പൊ മാറിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പിന്നെ ഈ സുന്നത്ത് നഷ്ടപ്പെടുകയാണോ വേണ്ടത്? അല്ല. പിന്നെ അവിടെ വർത്താനം പറയണം എന്ന് പറഞ്ഞാൽ എന്താ വർത്താനം പറയണത്? ആരാ ജയിച്ച്? പാർലമെന്റിക്ക് ഗ്യാസും കുറ്റിക്കാരും എല്ലായിടത്തും ജയിച്ചോ? അല്ലെങ്കിൽ പുക എവിടെയെങ്കിലും വിരിഞ്ഞോ? അതാണോ ചോദിക്കേണ്ടത്? അതിൽ ദുന്യവിയായ കലാം എന്ന് പറയുന്നത് അങ്ങനെ തന്നെ വേണമെന്നില്ല എന്ന്. പുക വിരിഞ്ഞോ അല്ലെങ്കിൽ ഗ്യാസും കുറ്റി പൊട്ടിയോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഗ്യാസും കുറ്റി പറഞ്ഞാൽ ചെരിഞ്ഞ ഇസ്ലാമിക്കാരെ കുറ്റിയാ ഞാൻ പറയുന്നത് കേട്ടോ, ആരൂരെ. അല്ലാതെ ആരെങ്കിലും തീപ്പൊള്ളുന്ന ഗ്യാസും കുറ്റിയല്ല, ചെരിഞ്ഞ ഇസ്ലാമിക്കാരെ ഗ്യാസും കുറ്റി. അത് വല്ലയിടത്തും പൊട്ടിയോ, അതല്ല അതെവിടെയെങ്കിലും മുളച്ചോ? ഗ്യാസും കുറ്റി എവിടെയും മുളക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മുളക്കൂലെന്ന് ഉറപ്പുള്ളത് തന്നെയാണ് ഈ ചെരിഞ്ഞ ഇസ്ലാമിക്കാർക്ക് ഇലക്ഷൻ കമ്മീഷൻ ഗ്യാസും കുറ്റി കൊടുത്തത്. തന്നെയല്ല ബാക്കിയുള്ളവർക്ക് തിരിയും ചെയ്യാം. പുറത്ത് തൊട്ട് നോക്കിയാൽ നല്ല തണുപ്പായി ഗ്യാസും കുറ്റി, അതിന്റെ ഒരു പ്രത്യേകത. പക്ഷെ ഉള്ളിൽ പൊട്ടിത്തെറിക്കുന്ന ഇന്ധനമാണ് എന്ന് മനസ്സിലാക്കുക. പുറത്ത് അസ്സലാമലൈക്കും പറഞ്ഞ് നീട്ടണ മൗദൂദിനെ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭീകരവാദിയാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഗ്യാസും കുറ്റി കൊടുത്ത്. അതൊന്നുമല്ല ഇപ്പൊ ഈ പറയുന്ന വർത്താനം. അതിപ്പോ കണ്ണൂർക്കാർക്കും കാസർഗോഡുകാരും ഒക്കെ സാധാരണ ചെയ്യുന്നതാണ്. 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാ സല്ലു അല നബി അല്ലാഹുമ്മ സല്ലിമാ സല്ലിമാലേ അങ്ങനെ കുട്ടികളില്ല.
സംഗതി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി എന്നാണ് പറയുന്നത്. പക്ഷെ കുട്ടികള്, ഞാനൊക്കെ അവിടെ ഓതുന്ന കാലത്ത് വടക്ക് ഓതീന് ഞാൻ കുറെ കാലം അരൂരെ പടന്നേല് മാവിലക്കടപ്പുറത്തും ഒക്കെ ഓതീന് ഞാൻ. അപ്പൊ അന്നൊക്കെ റമളാനില് മൗലിയാർട്ടികൾ നോമ്പെടുക്കാൻ പോകും. പലതറിയാൻ പോലില്ലെങ്കിലും നോമ്പെടുക്കാൻ പോകണ്ടേ. അപ്പൊ ഇങ്ങനെ ചിലയിടത്ത് സല്ലി മുസ്തഫ അല്ലെങ്കിൽ ചിലയിടത്ത് സല്ലി അലൻ നബി അറിയാം. അപ്പൊ കുട്ടികളൊക്കെ പാടെ അല്ലാഹുമ്മ സല്ലിമാ അലൈഹി. അപ്പൊ ചുഗിനെ അറിയാമെങ്കിൽ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലൈഹി മതി. 4 റക്അത്ത് കഴിയുമ്പോ പിന്നെ സലാത്തും ചൊല്ലും. പിന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു മിനന്നാർ എന്ന് ചൊല്ലും. പിന്നെ ചിലോല് തിരിയാൻ വേണ്ടിയിട്ട് ഇത് 120 സ്പീഡിലാണ് ഈ കാലം പോവുക. എത്ര റക്അത്ത് അതിന് തിരിയാൻ വേണ്ടിയിട്ട് ആദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരും അഷ്റഫുൽ ഖൽഖ് ഖാതിമുൻ നബിയ്യീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നത്തെ 4ാമത്തെ റക്അത്തിൽ ഖലീഫത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ അബൂബക്കർ. അപ്പൊ എല്ലാവരും കൂടി റളിയല്ലാഹു അൻഹു. ഇതെന്തിനാണ് ഓലെ പേര് അറിയുന്ന ബർക്കത്തിനല്ല, ഈ ഇടയ്ക്ക് ഇത്ര റക്അത്തായി എന്ന് ബാക്കിയുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാ. അതൊക്കെ പറ്റുന്ന അർത്ഥം. അതുകൊണ്ട് ഇപ്പൊ ഈ സ്ഥലം മാറുന്നില്ലെങ്കിലും ഇടക്ക് ആദ്യത്തെ നിസ്കാരത്തിന്റെയും 2ാമത്തെ നിസ്കാരത്തിന്റെയും ഇടയിൽ ഫസ്ല് ചെയ്യാൻ പറ്റൂന്ന് അതാ പറഞ്ഞേ. അപ്പൊ കണ്ണൂർക്കാരും കാസർഗോഡുകാരും പറയാൻ കാരണം എന്താണെന്ന് അറിയാലോ. ഞങ്ങൾ മലപ്പുറത്തുകാർ 4 റക്അത്ത് ചെല്ലുമ്പോ മാത്രമേ സാധാരണ ചെല്ലാറുള്ളൂ. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയാല് പിന്നെ വേഗം ഇമാമയുടെ എഴുന്നേറ്റ് അടുത്ത 2ാമത്തെ റക്അത്തിന് തക്ബീർ കെട്ടും. മൗമൂമിങ്ങളും ആണ് ചോദിച്ച് തക്ബീർ കെട്ടും. അതിന്റെ ഇടയ്ക്ക് ചെല്ലില്ല. അത് പോരാന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ 2 റക്അത്ത് സലാം നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം ഒരു സ്വലാത്ത് ഇല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിക്ർ ചൊല്ലേ ഒക്കെ ചെയ്താലും മതി. എന്നാലും ഒരു കലാമ് നിസ്കാരത്തിൽ പെട്ടതല്ലാത്ത ദിക്ർ, ദുആ, ഖുർആന് തുടങ്ങിയ എന്തെങ്കിലും ഒരു കലാമ് ചൊല്ലിയാലും ഫസ്ല് എന്ന് പറയുന്ന സുന്നത്ത് കിട്ടും. സല്ലിമാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലൈഹി എന്ന് പറയുന്നത് ചെറിയ മക്കളല്ലേ, അത് പിന്നെ ഉറക്ക ചെല്ലും ചെയ്യുവേ. അപ്പൊ പിന്നെ ആ ചൊറുക്കിന് അങ്ങനെയാണ് ചെല്ലി. ഓൽക്ക് അതിന്റെ ശരിയും തെറ്റൊന്നും കുട്ടിയൊക്കെ അറിയില്ലല്ലോ. വലിയൊരു പിന്നെ തിരുത്തി കൊടുക്കാനോട്ട് പോലുമില്ല. ആട്ടെ, ഇപ്പൊ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു വെച്ചാൽ ഇവിടെ ഇപ്പൊ കലാമുന്നാസ് തന്നെ ആയിക്കൊള്ളുന്നില്ല. എന്തെങ്കിലും ഒരു കലാമ് ഇടക്ക് ഫസലിന് വേണ്ടി ഉണ്ടായാൽ മതിയെന്ന് ചുരുക്കം. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി 2ാമത് വേറെ വിഷയമാണ് പറയുന്നത്. അപ്പൊ ഒന്ന് സ്ഥലം മാറിക്കുക. സ്ഥലം മാറിക്കുന്നത് കൊണ്ട് ചില ഫളീലത്തുകൾ നഷ്ടപ്പെടുമെന്ന് കാണുകയോ അല്ലെങ്കിൽ അസൗകര്യങ്ങൾ വരികയോ ചെയ്താൽ ഒരു കലാമ് കൊണ്ട് ഇടവിരിക്കുക. അത് സുന്നത്താണ്. ഇനി 2ാമത്തെ മറ്റൊരു കാര്യം പറയുന്നത് വന്നഫ്ലു സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കൽ ലിഗൈരിൽ മുഅ്തകിഫി പള്ളിയിൽ ഇഅ്തികാഫ് ചെയ്യുന്ന ആളുകൾ അല്ലാത്തവർക്ക് ഫീ ബൈത്തിഹി അഫ്ളു പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് അഫ്ളല്. കേട്ടോ, എവിടെ അഫ്അലത്തെ ഫളീൽ പറയുകയാണെങ്കിലും ഒരു മുഫദ്ദല് അലൈഹി വേണം. അത് പിന്നെ നമ്മളെ അറിയുന്നുള്ള ആൾക്ക് പറയാതെക്കലാണ് പലയിടത്തും. ഇവിടെ എന്താ അഫ്ളല്, എന്തിനെക്കാട്ട് അഫ്ളല് എന്ന് പറയണം. അഥവാ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് അഫ്ളല്. പക്ഷെ ഇഅ്തികാഫുകാരന് പള്ളിയിലാണല്ലോ, അയാൾക്ക് പള്ളിയിൽ തന്നെയാണ് അഫ്ളല്. പക്ഷേ എന്നാ പിന്നെ ഒരു ഇഷ്കാലം ഉണ്ടാവും. എന്താ ഇഷ്കാലം എന്നറിയോ? ആരൂരെ സാധാരണ എന്നാ ഞമ്മളിപ്പോ പള്ളിക്ക് തന്നെയാണല്ലോ സുന്നത്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടവും. കാരണം എന്താ, ഈ വീട്ടിൽ വെച്ചാണ് സുന്നത്ത് അഫ്ളൽ എന്ന് പറഞ്ഞതിന് ഒരു ഖൈദുണ്ട്. എന്താണ്? ഇൻ അമിന ഫൗതഹു വീട്ടിലേക്ക് മാറ്റിവെച്ചാൽ ആ സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെടും എന്നതിനെപ്പറ്റി നിർഭയത്വം വേണം. നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ വീട്ടിലേക്ക് മാറ്റിവെക്കൽ അഫ്ളലല്ല, പള്ളിയിൽ നിന്ന് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അതല്ലെങ്കിൽ ലൗതഹാവുനം ബിഹി അതിനെ അവഗണിക്ക. വീട്ടിലേക്ക് മാറ്റിവെച്ചാൽ പിന്നെ അത് അങ്ങനെ ആണ്ട് സാരമില്ലാതായി പോകും. മനസ്സിലായില്ലേ? അങ്ങനെ നഷ്ടപ്പെട്ട് അവഗണിച്ച് ശ്രദ്ധിക്കാതെ പോകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ പള്ളിയിൽ വെച്ച് തന്നെയാണ് നിസ്കരിക്കൽ അഫ്ളൽ. നമുക്കൊക്കെ അതാ പ്രശ്നം. വീട്ടിൽ ചെല്ലുമ്പോക്ക് ചെറിയ കുഞ്ഞുമക്കൾ ഉള്ളവരാണെങ്കിൽ ഇപ്പച്ചി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടി വരും. അപ്പൊ ആ കുഞ്ഞിനെടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്ത്
നിസ്കരിച്ച് ആ പോക്ക് വേണമെങ്കിൽ പിന്നെ ആരോ ഒരാൾ വന്നു, അപ്പൊ എന്റെ പെരക്കാരത്തിരുന്ന് നിങ്ങൾ എവിടെയിന്ന്, നിങ്ങളോട് എത്ര ദിവസം പറയാൻ തുടങ്ങിയിട്ട് ഇവിടെ പഞ്ചാരല്ല ചായപ്പൊടി കഴിഞ്ഞാണ്. എന്റെ അടുത്ത് മറന്നുപോയി, എന്നാ എനിക്കൊരു കടലാസിൽ എഴുതി തന്നൂടെ. അപ്പോക്ക് പിന്നെ അയക്കാണ്ട് തിരിഞ്ഞ് ഞാൻ സുന്നത്ത് പോയി. ഇങ്ങനെ അതിനെ ഒരു നിസ്സാരമായി നഷ്ടപ്പെട്ടു പോകുന്നതിനെ പറ്റി അമ്നുള്ള സാഹചര്യത്തിൽ മാത്രമേ വീട്ടിലേക്ക് മാറ്റിവെക്കൽ ഫളീലത്ത് വരുള്ളൂ. മനസ്സിലായില്ല? അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് മാറ്റി വെക്കുന്നത് പലപ്പോഴും ഒഴിവാക്കുന്നത്. അങ്ങനെയുള്ള പ്രതിബന്ധങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് തന്നെയാണ് മഫ്ദൽ. അതിന് കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇജ്അലൂ മിൻ സ്വലാത്തിക്കും ഫീ ബുയൂത്തിക്കും, നിങ്ങളുടെ നിസ്കാരത്തിൽ നിന്നൊരു ഭാഗം നിങ്ങളുടെ വീട്ടിലേക്കാക്കുവീൻ. കാരണം എന്താ? നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് കൊണ്ട് ഇദാ ഖളാ അഹദുക്കും സ്വലാത്തഹു ഫീ മസ്ജിദിഹി, പള്ളിയിൽ വെച്ച് നിങ്ങൾ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫൽയജ്അൽ ലിബൈതിഹി മിൻ സ്വലാത്തിഹി, നിസ്കാരത്തിന് അല്പം വീട്ടിലേക്കും മാറ്റി വെക്കണം. ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറാ, വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് കാരണം വീട്ടിൽ അല്ലാഹു തആല വലിയ ഖൈർ ചെയ്യും. അപ്പൊ ഫർള് വീട്ടിൽ നിസ്കരിച്ച സുന്നത്ത് അല്ല, ഫർള് പള്ളിയിൽ നിസ്കരിച്ച സുന്നത്ത് വീട്ടിലേക്കാവുമ്പം പള്ളിയിൽ നിസ്കരിച്ച കൂലിയും കിട്ടി, വീട്ടിൽ നിസ്കാരം നിർവഹിച്ച ബറക്കത്തും കിട്ടുമല്ലോ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ, ഇദാ ഖളാ അഹദുക്കും സ്വലാത്തഹു ഫീ മസ്ജിദി ഫൽയജ്അൽ ലിബൈതിഹി മിൻ സ്വലാത്തിഹി ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറാ എന്ന ഇമാം മുസ്ലിമിന്റെ ഹദീസ. വേറെ ബുഖാരി മുസ്ലിമിന് വേണ്ട ഹദീസിലുണ്ട്, സ്വല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂത്തിക്കും, ഈ ജനങ്ങളെ നിങ്ങൾ വീടുകളിൽ വെച്ച് നിസ്കരിക്കണം. നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത് സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി, വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ്. ഏതൊഴിച്ചില്ല മക്തൂബ, ഫർള് നിസ്കാരം വെച്ച്. ഫർള് നിസ്കാരം ആണുങ്ങൾ വീട്ടിൽ നല്ല നിസ്കരിക്കേണ്ടത് പള്ളിയിൽ തന്നെ. എന്നാൽ സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിസ്കരിക്കാൻ ഇല്ലാതിരിക്കാനെന്നു നിസ്കാരത്തിന്റെ ബർക്കത്ത് വീട്ടിൽ കിട്ടാനെന്നു ഒക്കെ. അതുകൊണ്ടാണ് വീട്ടിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ എന്ത് വേണ്ട, വീട്ടിലേക്ക് മാറ്റിവെക്കേണ്ടതില്ല. ഇനി ഏതൊഴിച്ചില്ല ഫീ നാഫിലത്തിൽ മുബക്കിരി ലിൽ ജുമുഅത്തി, ജുമുഅക്ക് വേണ്ടി രാവിലെ തന്നെ പോയ ആളുകളുടെ ജുമുഅന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഒഴിച്ചു. നേരത്തെ ജുമുഅക്ക് പോയ ആള് പള്ളിയിലാണല്ലോ ഉണ്ടാവുക, അപ്പൊ പിന്നെ അവിടെ വീട്ടിലേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, പള്ളിയിൽ തന്നെ. ഞാൻ അതുപോലെ തന്നെ ജമാഅത്തിന് വഖ്ത് കിടക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലെത്തൽ പ്രത്യേകം ഫളീലത്തുണ്ട്. അങ്ങനെ ഒരാൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്തിയിട്ടുണ്ടെങ്കിലോ അയാൾ വീട്ടിലേക്ക് മാറ്റി വെക്കേണ്ടതില്ല, ശേഷമുള്ളത് മാത്രം വീട്ടിൽ നിന്ന്. അല്ലെങ്കിൽ എന്താ വേണ്ടത്? ബാങ്ക് കൊടുത്തതിന് ശേഷം വുദു എടുത്ത് വീട്ടിൽ നിന്ന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിൽ പോവുക, ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക. അതേ സമയത്ത് ജുമാഅത്ത് രാവിലെ പോയവനാണെങ്കിലോ മുമ്പുള്ള സുന്നത്ത് അവിടെ തന്നെ നിസ്കരിക്കുക. ഇനി 5 വക്ത് ജമാഅത്തിനും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പോകണാണെങ്കിലോ മുമ്പുള്ള പള്ളിയിൽ തന്നെ നിസ്കരിക്കുക. അതല്ലെങ്കിലോ സുന്നഫിയിൽ ജമാഅത്തു, ജമാഅത്ത് സുന്നത്താക്കപ്പെടുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ അത് പള്ളിയിലാണ് അഫ്ളൽ. തറാവീഹ് നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, അതുപോലെ തന്നെ ഇസ്തിസ്ഖാ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, ഇതൊക്കെ പള്ളിയിൽ നിന്ന് സുന്നത്തുള്ളതാ, ജമാഅത്ത് സുന്നത്തുള്ളതാ. അത് പള്ളിയിൽ വെച്ചിട്ടാണ് ഉത്തമം. ഇനി അതല്ലെങ്കിൽ വറദ ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചതായി ഹദീസിൽ വന്ന സുന്നത്ത് നിസ്കാരം അത് പള്ളിയിൽ. ഏതുപോലെയൊക്കെ ദുഹാ നിസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിച്ചതായിട്ടാണ് ഹദീസ്. അതുകൊണ്ട് പള്ളിയിൽ വെച്ച് ദുഹാ നിസ്കരിക്കുക, അല്ലെങ്കിൽ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം. ഇങ്ങനത്തത് ഒഴിച്ച് മറ്റു സുന്നത്തുകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഉത്തമം. ഇനി വേറെ വിഷയം, ഇപ്പൊ 2 കാര്യമായി. ഒന്ന്, ഒരു നിസ്കാരം നിർവഹിച്ച അടുത്ത നിസ്കാരത്തിന് മാറിയിരിക്കുകയോ അതല്ലെങ്കിൽ ദുന്യവിയോ അല്ലാത്തതോ ആയ കലാമം കൊണ്ട് വിട്ടുപിരിക്കുകയോ ചെയ്യുക. രണ്ടാമത്തെ പറഞ്ഞ് പ്രത്യേക സാഹചര്യങ്ങളിലല്ലാത്തപ്പം വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം പറയാം. വയങ്കൂല ഇന്തിഖാലുൽ മൗമൂമി, നിസ്കരിച്ച സ്ഥലത്തിൽ നിന്ന് ഇമാമ സ്ഥലം മാറൽ ആവുക. ബഅദ ഇന്തിഖാലി ഇമാമിഹി, ഇമാമ സ്ഥലം വിട്ടതിന് ശേഷമാവുക. ആദ്യം ഇമാമ സ്ഥലം മാറിയതിന് ശേഷം മാത്രമേ മൗമൂമ് ഉണ്ടാവൂ, അല്ലാതിരുന്ന കറാത്താണ്. പ്രത്യേക ഉദ്റുണ്ടെങ്കിൽ തർക്കമില്ല. ഉദ്റില്ലാത്ത നിലക്ക് ഇമാമ് നിസ്കരിച്ച സ്ഥലത്തിൽ നിന്നിട്ട് മാറുന്നതിന് മുമ്പ് ഇമാമ സ്ഥലം വിടൽ അല്ല, മൗമൂമ് സ്ഥലം വിടൽ കറാത്ത. എന്നാൽ ചില പ്രത്യേക ഉദ്റുകൾ ഉണ്ടെങ്കിൽ ആ കറാത്ത് ബാധകല്ല. ഇനി വേറൊരു സുന്നത്ത്, വനുദിബാലി മുസല്ലിൻ, നിസ്കരിക്കുന്ന ആളുകൾക്ക് സുന്നത്താക്കപ്പെടും. എന്ത്?
ഇന്ന് പല ആളുകളും പറ്റേ അവഗണിച്ച് ശ്രദ്ധിക്കാതെ വിട്ടൊരു സംഗതിയാ പറയുന്നത്. എന്താണത്? തവജ്ജുഹുൻ, മുന്നിട്ട് നിൽക്കൽ, ലിനഹ്വി ജിദാരിൻ, ചുമര് പോലെയുള്ള എന്തെങ്കിലും ഒരു മറ കൊള്ളയെ മുന്നിട്ട് നിൽക്കൽ. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ പലരും നേരെ പള്ളി വല്ല മൈതാനിയായിട്ട് കിടക്കുന്ന പള്ളിന്റെ നടുവിൽ വന്നിട്ട് അല്ലാഹു അക്ബർ എന്നിട്ടാണ് കെട്ടുക. ഒരു പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നഷ്ടപ്പെടും, നിസ്കാരത്തിന്റെ കൂലി കണ്ടമാനം കുറഞ്ഞു പോകും, വെറുതെ പോവാണ്. ചുമര് പോലെയുള്ള ഔഅമോദിൻ, അല്ലെങ്കിൽ തൂണ് പോലെയുള്ള ഒരു മറ കൊള്ള മുന്നിട. ഈ പോലെ എന്താണ്? മിൻ കുല്ലി ഷാഖിസിൻ, ഉയർന്നു നിൽക്കുന്ന ചുമര്, തൂണ് പോലെയുള്ള വസ്തുവിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുക. എത്ര വേണം ഉയരം? തൂലുർത്തിഫായിഹി, അതിന്റെ ഉയരത്തിന്റെ ദൈർഘ്യം സുലുസാദിറായി, ഒരു മുഴത്തിന്റെ 2/3 ഭാഗമെങ്കിലും വേണം. ഇപ്പൊ പഴയ കാലത്ത് ഉമ്മറപ്പടി, പഴയ കാലത്ത് വലിയ കട്ടിയുള്ള മരം കൊണ്ട് ഉമ്മറപ്പടി വെക്കും, അതുണ്ടായാൽ മതി. ഒരു മുഴത്തിന്റെ 2/3 ഭാഗം ഉയരം വരണം മറ. അങ്ങനെയുള്ള മറയുള്ള വസ്തുവിലേക്ക് ഫക്സറയിൽ കൂടുതലുണ്ടായി കുറയാൻ പാടില്ല. ഒരു മുഴത്തിന്റെ 2/3 ഭാഗത്തിൽ കുറയാതെ ഉയരമുള്ള തൂണ്, ചുമര് പോലെയുള്ള വസ്തുവിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുക. അതോടുകൂടി എത്ര വേണം? വമാ ബൈനഹു വബൈന അഖിബിൽ മുസല്ലി, ഈ മറയുടെയും നിസ്കരിക്കുന്നവന്റെ കാലിന്റെ മടമ്പിന്റെയും ഇടയിൽ, കുതികാലിന്റെയും ഇടയിൽ സലാസത്ത് അദ്റുഇൻ, 3 മുഴമോ ഫാഖല്ല, അതിൽ കുറച്ചോ, അധികം പാടില്ല. ഇത് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ വജ്ഹാണ്. അതായത് കാലിന്റെ മടമ്പ് മുതൽക്ക് 3 മുഴത്തിൽ കൂടാത്ത അകലമേ പാടുള്ളൂ. അതിൽ കൂടിയാൽ ഈ മറ പരിഗണിക്കപ്പെടൂല, സുന്നത്ത് കിട്ടൂല. എന്നാൽ ഇമാം റംലി തങ്ങളുടേത് അങ്ങനെയല്ല, വിരല് മുതൽക്ക് അങ്ങോട്ട് 3 മുഴം ആണ് കണക്കൂട്ടുക. ചില ആളുകൾക്ക് ആയി കുറഞ്ഞാൽ സുജൂദ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ അത് പരിഗണിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇമാം റംലി തങ്ങളും ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളും റഹ്മത്തുള്ളാഹി അലൈഹിമ, അവർ രണ്ടാളും ഈ വിഷയത്തിൽ 2 വീക്ഷണ. റംലി തങ്ങളുടെ വീക്ഷണത്തില് വിരല് മുതൽക്ക് 3 മുഴം വരെ അകലാണ് കണക്കൂട്ടുക. ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായത്തില് മടമ്പ് മുതൽക്ക് 3 മുഴാണ്. ഈ 3 മുഴത്തേക്കാൾ കൂടുതൽ അകലത്തായി പോയാൽ പിന്നെ അത് മറയായി പരിഗണിക്കുന്നതല്ല. പിന്നെ സുമ്മ ഇൻ അജ്സൻഹു, ഇങ്ങനെ ഉയരമുള്ള സ്ഥിരമായി ഉറച്ചു നിൽക്കുന്ന മറകളൊന്നുമില്ല, തൂണ്, ചുമര് പോലെയുള്ള സ്ഥിരമായി ഉറച്ചു നിൽക്കുന്ന ഉയരമുള്ള മറകളൊന്നും ഇല്ലെങ്കിൽ പിന്നെന്താക്കുക? ഫലിനഹ്വി അസൻ മഹ്റൂസ, കുത്തി നാട്ടി നിർത്തപ്പെട്ട വടി പോലത്തത്, അല്ലെങ്കിൽ കസാല, ഈ സ്റ്റൂള്. ഇവിടെ അതൊന്നുമല്ല, ഈ ടിഷ്യൂ പേപ്പറിന്റെ ആ ബോക്സ് ഇങ്ങനെ തല തിരിച്ചിട്ട് ഇങ്ങനെ വെക്കണതാണ്. അതൊക്കെ ഒരു മുഴത്തിന് 1-2 ഭാഗം ഉണ്ടാവും, വലിയതൊക്കെയാണ്. പക്ഷെ അത് പരിഗണിക്കണമെങ്കിൽ ചുമര്, തൂണ് പോലത്തെ സ്ഥിരമായ മറയുള്ള വസ്തുക്കൾ ഇല്ലെങ്കിലേ പരിഗണിക്കൂ എന്നാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ കൗല്. കാരണം അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഇത് സംഗതി. പക്ഷെ അതാണ് നമ്മളെ മരബാരികളായ നമ്മള് ആ കൗലിനാണ് എത്തിബാർ കൊടുക്കുന്നത്. അവിടെ റംലി ഇമാം തങ്ങൾ പറഞ്ഞ 2 ഒരു കണക്കായിട്ട് കൂട്ടാവുന്നതാണ്. ഏത്? അപ്പുറത്ത് കുറെ അപ്പുറത്ത് ചുമരുണ്ട്, അല്ലെങ്കിൽ തൂണുണ്ട്, എന്നാലും ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ഒരു കസാരയോ അതുപോലത്തെ എന്തെങ്കിലും എടുത്ത് മുന്നിൽ മറ വെച്ചാലും മതിയാകും എന്ന്. പക്ഷേ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ വജ്ഹ അനുസരിച്ച് അത് പറ്റൂല. സ്ഥിരമായി തൂണ്, ചുമര് പോലത്തത് കിട്ടാതെ വന്നെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്ന കസാല, അതുപോലെ തന്നെ സ്റ്റൂള്, അതല്ലെങ്കിൽ ഈ പറയുന്ന വടി കുത്തി നാട്ടുക പോലത്തെ പരിഗണിക്കപ്പെടുള്ളൂ. അത് താൽക്കാലികമാണ്, മറ്റേ സ്ഥിരമാണ്. അതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ 2ാമത്തെ ദർജയാണ് പോയി. ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിലോ? കമത്തായിൻ ബസമറുസാന്റെ മത്തായി എന്ന് പറഞ്ഞതിനപ്പോ ഉദാഹരണം ഞാൻ പറഞ്ഞ കസാര എടുത്ത് വെക്കുക, സ്റ്റൂൾ എടുത്ത് വെക്കുക, അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിന്റെ ബോക്സ് എടുത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞ്. ഫൈലം യജിദുഹു, ഇനി അങ്ങനെയുള്ള ഉയരമുള്ള വസ്തു ഒന്നും കിട്ടിയില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. തൂണുമില്ല, ചുമരുമില്ല എന്ന് മാത്രമല്ല, വല്ല കസാലയോ സ്റ്റൂളോ അല്ലെങ്കിൽ ഒരു വടി പോലത്തെ വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാക്കും കെട്ടി മുന്നിൽ കൊണ്ടുവന്ന് വെക്കുക,
അതിനൊന്നും നിവൃത്തിയില്ലാത്ത സാഹചര്യമാണെങ്കിൽ മൂന്നാമത്തെ സ്ഥാനത്ത് നുദിവ വസ്തു മുസല്ലൻ, ഒരു മുസല്ല വിരിക്കൽ സുന്നത്താക്കപ്പെടും. അപ്പോൾ മൂന്നാം സ്ഥാനത്താണ് മുസല്ല. മുസല്ലാനൊക്കെ സജ്ജാദ, സാധാരണ സജ്ജാദ പായുണ്ടാവാം, അതല്ലെങ്കിൽ നമ്മളെ ഈ ഇപ്പൊ വാങ്ങാൻ കിട്ടുന്ന ഈ മുസല്ലകളൊക്കെ ആകാം, ഏതായാലും വേണ്ടില്ല. സുമന്നജാനോ അതൊന്നും വൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്. മുസല്ലിയില്ല, മുസല്ല എന്ന് പറഞ്ഞാൽ തോർത്തുമുണ്ട് വൃത്തിയുള്ളതുണ്ടെങ്കിൽ അതായാലും മതി, അതൊന്നുമില്ല. എന്നാ പിന്നെ നാലാമത് ഖത്ത അമാമഹു ഖത്തൻ, മുന്നിൽ ഒരു വര വരക്കുക. ഫീ സലാസത്ത് അദ്റഇൻ, 3 മുഴം ദൈർഘ്യം വരെ ഉള്ള ഒരു വര വരക്കുക. എങ്ങനെ വരക്കുക? ഒന്നിരിക്കൽ അർലൻ ബേലെങ്ങനെ വരക്കുക, മുന്നില് തെക്ക് വടക്കിൽ ഇങ്ങനെയാണ് വരക്കുക, അങ്ങനെ. അതല്ലെങ്കിൽ ഔതൂലൻ, കേക്ക് പടിഞ്ഞാറ് നീളത്തിൽ വരക്കുക, രണ്ടാലൊരു വര. എന്നാൽ വഹു ആവൂല, ഇങ്ങനെ നീളത്തിൽ വരക്കലാണ് അഫ്വല്. അപ്പൊ എന്താക്കുക? വലത്തെ കാലിന്റെ മടമ്പ് മുതൽ വലതുവശത്ത് ഇങ്ങനെ ഒരു വരയാണ് വരക്കുക, ഒരു മടി പോലെ സൈഡില്. അതല്ലെങ്കിൽ പിന്നെ രണ്ടാം സ്ഥാനത്ത് ഇടത്തെ കാലിന്റെ മടമ്പ് മുതൽക്ക് ഇടതു ഭാഗത്ത് ഇങ്ങനെ വരക്കുക, നടുവിലല്ല വരക്കേണ്ടത്, അത് പ്രത്യേകം മനസ്സിലാക്കുക. അതിന് തൂണിന്റെ അടുത്ത് വെക്കുകയാണെങ്കിലും വടി പോലത്തെ കുത്തി വെക്കുകയാണെങ്കിലും അതിനെ നേരിട്ട് മുസാമിത്തായിട്ട് നിൽക്കാൻ പാടില്ല എന്ന്. പിന്നെന്താക്കുക? ഒരു പക്ഷേ ഇടതുവശത്തോട് ചാരി അല്ലെങ്കിൽ വലതുവശത്തോട് ചാരിയിട്ടാണ് ഈ തൂണുണ്ടാണ്ട്. ചില ആളുകൾ നേരെ തൂണിന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ നിൽക്കരിച്ചു, തൂണിനെ പഠിച്ചവനാക്കിയെന്ന് കാണാൻ തോന്നുന്നു പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോഴേ. അതല്ല വേണ്ടത്. ഈ തൂണ് ഒരു പക്ഷേ തന്റെ ഇടതുവശത്ത് വരണം, അതല്ലെങ്കിൽ വലതുവശത്ത് വരണം. വടിയാണെങ്കിലും അങ്ങനെ തന്നെ, ആ വടി തന്റെ ഇടതുവശത്ത് വരണം അല്ലെങ്കിൽ വലതുവശത്ത് വരണം. ഇനി വര വരയ്ക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ, വലതുവശത്ത് വരക്കണം അതല്ലെങ്കിൽ ഇടതുവശത്ത് വരക്കണം. ആദ്യം പറഞ്ഞ് മുന്നിൽ വരയ്ക്കുകയാണ്, അർണൻ പറഞ്ഞ് മുന്നിൽ തന്നെ വരയ്ക്കുക. പക്ഷെ അതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ മടമ്പ് മുതൽക്ക് എങ്ങോട്ട് വരയ്ക്കുക, മുന്നോട്ട് വരയ്ക്കുക. അപ്പൊ ഒന്നിരിക്കൽ വലത്തെ ഭാഗത്ത് വരും വര, അല്ലെങ്കിൽ ഇടത്തെ ഭാഗത്ത് വരും. അതാണ് മുന്നിൽ വരയ്ക്കുന്നതിനെക്കാട്ടിലും നല്ലത്. എന്തുകൊണ്ട് ഈ ഖബരി അബി ഇപ്പൊ 4 പറഞ്ഞു. ഒന്ന് ചുമര്, തൂണ് പോലെയുള്ള സ്ഥിരമായ ഉയരമുള്ള മറകൾ. 2 വടി, കസാല, സ്റ്റൂള്, അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിന്റെ ബോക്സ് തുടങ്ങിയ താൽക്കാലികമായ ഉയരമുള്ള മറകൾ. 3ാമത്തത് മുസല്ല, 4ാമത്തത് വര. ഇങ്ങനെ 4 മറ ഉണ്ടാവൽ സുന്നത്താണ്. എന്തുകൊണ്ട്? ലി ഖബരി അബീ ദാവൂദ, ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്, ഇദാ സല്ല അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നിസ്കാരത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ, സ്വല്ല എന്ന് പറഞ്ഞാൽ മാദിയായ ഫീലാണ്. പക്ഷേ അർത്ഥം എങ്ങനെ വെക്കണം? നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്നല്ല, നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ. അഥവാ ഇദാ സല്ല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ നിസ്കാരത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ, ഫല്യജ്അൽ അമാമ വജീഹി, അവന്റെ മുന്നിൽ, മുഖത്തിന്റെ മുൻവശത്തായിട്ട് അവൻ ആക്കിക്കൊള്ളട്ടെ, ഷൈഅൻ, എന്തെങ്കിലും ഒരു വസ്തുവിനെ, എന്ന് പറഞ്ഞാൽ അപ്പൊ ചുമരോ അതല്ലെങ്കിൽ തൂണോ പോലത്തെ ഒരു വസ്തുവിനെ. ഫൈലം യജിദ്, അങ്ങനെയുള്ള ഒരു വസ്തു മുന്നിലില്ലെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ, ഫൽയംസുബ് അസാ, വടി പോലത്തെ ഇതിനെ കുത്തി നാട്ടിക്കൊള്ളട്ടെ. അപ്പൊ സ്ഥിരമായ മറയില്ലെങ്കിൽ മറ വെച്ചോട്ടെ എന്നർത്ഥം. ഫൈലം യക്കും മറു അസാ, വടിയില്ല എന്ന് പറഞ്ഞാൽ വടി പോലത്തെ എന്തെങ്കിലും ഒരു സാധനം മുന്നിൽ വെക്കാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ, ഫല്യഹുത്ത ഹത്ത, അവൻ ഒരു വര വരച്ചു കൊള്ളട്ടെ. ഇങ്ങനെ 3 ചെയ്താൽ, അഥവാ മറയിലേക്ക് മുന്നിടുകയോ അതല്ലെങ്കിൽ വടി പോലെയുള്ളതിനെ നാട്ടി നിർത്തുകയോ അതുമല്ലെങ്കിൽ വരക്കുകയോ ചെയ്താൽ, സുബ്ബലായ ളുറുഹു, പിന്നീട് അവന് ഉപദ്രവം വരുത്തൂല, മാ മറ അമാമഹു, അവന്റെ അപ്പുറത്ത്, ഈ മറയുടെ അപ്പുറത്ത് കൂടെ നടന്നു പോകുന്ന വസ്തുക്കൾ, അത് അവന്റെ നിസ്കാരത്തിന്റെ ഖുശൂഇനെ ബാധിക്കൂല, അതല്ലെങ്കിൽ അവന്റെ നിസ്കാരത്തിന്റെ പ്രതിഫലത്തെ ബാധിക്കൂല. അതല്ലേ? അപ്പോ അതിന്റെ അപ്പുറത്തുള്ളതിന് മുഗറല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഫലം നഷ്ടപ്പെടുത്തൂല എന്നർത്ഥം. അവിടെ ഇവിടുത്തെ മുഗറത്തിന് ബാത്തിലാകുക എന്നുള്ള അർത്ഥത്തിനല്ല, കറാഹത്ത് വരും. കറാഹത്ത് വന്നാൽ പ്രതിഫലം നഷ്ടപ്പെടും. ഈ മരം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വരൂല? പ്രതിഫലത്തിന് നഷ്ടം വരൂല. ഇപ്പൊ ഇവിടെ 3 കാര്യമല്ലേ പറഞ്ഞുള്ളൂ, മുസല്ല പറഞ്ഞില്ലല്ലോ. അതിന് പറയുന്നേ വഖീസ, ഹദീസിൽ നസ്സ് 3 വസ്തുവുള്ളൂ, മുസല്ലന് അവസാനമില്ല. എന്നാ വഖീസ ബിൽ ഖത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3ാമത് പറഞ്ഞു വര വരക്കാനാണല്ലോ. ആ വരയോട് ഖിയാസാക്കപ്പെട്ടതാണ് അൽ മുസല്ല.
മുസല്ലയെ അതിനോട് ഖിയാസാക്കപ്പെട്ടതാ. കാരണം എന്താ, നിസ്കരിക്കുന്നവന്റെ ഒരു ബൗണ്ടറി തിരിക്കലാണ് ഈ വര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശം മുസല്ലയോടും കിട്ടുമല്ലോ. തന്നെയല്ല കുദ്ദിമ. എന്നാൽ ഈ ഖിയാസ് ആണെങ്കിൽ പോലും ഈ മുസല്ലയെ മുന്തിക്കപ്പെട്ടു 3-ാം സ്ഥാനത്ത്, അലൽ ഖത്തി വരയേക്കാളും വര 4-ാം സ്ഥാനത്ത് അവിടുത്ത്. കാരണം എന്തുകൊണ്ടില്ല, അന്നഹു ഈ മുസല്ലയാണ് അൽഹറു ഫിൽ മുറാദി, ബൗണ്ടറി ജയിക്കുക എന്ന് പറയുന്ന ഉദ്ദേശമാണല്ലോ. ആ ബൗണ്ടറി തിരിക്കുക എന്ന് പറയുന്ന ആ ഉദ്ദേശത്തിന് ഈ വരയേക്കാളും വ്യക്തമാണ് മുസല്ല എന്നതുകൊണ്ട് മുസല്ല 3-ാം സ്ഥാനത്തും വര 4-ാം സ്ഥാനത്തും ആവാൻ കാരണമാണ്. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു, 1 ചുമര് തൂണ് പോലത്തെ സ്ഥിരമായ മറ, 2 താൽക്കാലികമാണെങ്കിലും ഉയരമുള്ള മറ, 3 മുസല്ല, 4 വര എന്ന് പറഞ്ഞല്ലോ. ഈ തർത്തീബ് ഹുൽ മുഅ്തമദു, അതാണ് മദ്ഹബിൽ മുഅ്തമദ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന് വലിയ പ്രശ്നമുണ്ട്. അതാണ് മുഅ്തമദ് എന്ന് പറഞ്ഞാൽ ഹാ എന്ന് പറഞ്ഞ് പോയാൽ പോരാ. അതാണ് മുഅ്തമദ് എന്ന് പറഞ്ഞാൽ ഈ 1-ാം സ്ഥാനത്ത് പറയുന്ന മറക്ക് സൗകര്യമുള്ളോടത്ത് 2ഉം 3ഉം 4ഉം പരിഗണിക്കപ്പെടുന്നതല്ല, മറയായിട്ട് എണ്ണൂല. 2ാമത്തേന് സൗകര്യമുള്ളടത്ത് 3ഉം 4ഉം മറയായിട്ട് പരിഗണിക്കപ്പെടൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഖിലാഫൻ ലിമാ യൂഹിമുഹു കലാമു ഇബ്നുൽ മുഖ്രി, മഹാനായ ഇബ്നുൽ മുഖ്രി തങ്ങളുടെ കലാമ് ഈ ഏതെങ്കിലും ഒന്ന് വേണമെന്നുള്ളൂ, തെർത്തീബില്ല എന്നാണ് അറിയിക്കുന്നത്. പക്ഷെ തെർത്തീബ് വേണം എന്നതാണ് മുഅ്തമദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. തെർത്തീബ് വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതായത് ഫമത അദല, നിസ്കരിക്കുന്ന ഒരു വ്യക്തി തെറ്റിയാൽ അൻ റുതുബത്തിൻ, ഈ 4 പദവിയിൽ നിന്ന് ഒരു പദവിയിൽ നിന്ന് തെറ്റി, ഇലാമാദൂനഹ, അതിന്റെ താഴെയുള്ള പദവിയിലേക്ക് തെറ്റി, മഅൽ ഖുദ്റത്തി അലൈഹ, മുമ്പുള്ള ആ പദവി കൊണ്ട് സാധിക്കുന്നതോട് കൂടി അതിന്റെ താഴെയുള്ള പദവിയിലേക്ക് തെറ്റിയാൽ കാലത്ത് ഈ താഴെയുള്ളതാവും, കല്ലാതെ ഇല്ലാത്ത സ്ഥാനവും. അപ്പൊ മറയിലേക്ക് മുന്നിട്ട സുന്നത്ത് കിട്ടൂല എന്ന് പറഞ്ഞാൽ ചുമരിലേക്ക് മുന്നിടാൻ സൗകര്യമുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ തൂണിലേക്ക് മുന്നിട്ട് നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ഒരാൾ കസേല വെച്ച് നിസ്കരിച്ചാൽ മറന്റെ സുന്നത്ത് കിട്ടൂലാന്ന്. അല്ലെങ്കിൽ കസാല വെക്കാൻ അല്ലെങ്കിൽ ചൂട് വെക്കാൻ സൗകര്യം ഉണ്ടായിട്ട് മുസല്ല വിരിച്ച് നിസ്കരിച്ചാൽ സുന്നത്ത് കിട്ടൂല, അല്ലെങ്കിൽ മുസല്ല ഉള്ളതോടുകൂടി വര വരച്ചാൽ സുന്നത്ത് കിട്ടൂല എന്ന് വരും. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. തർത്തീബ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 1 കിട്ടാത്തോടത്ത് 2, 2 ഇല്ലാത്തോടത്ത് 3, 3 പറ്റാത്തോടത്ത് 4, അങ്ങനെ വെച്ചോളണം. ഇനി സുന്നത്താക്കപ്പെടും അല്ലായ ജല സുത്രത്ത, ഈ പറയുന്ന മറ ആക്കാതിരിക്കൽ, തൂണാവട്ടെ വടി പോലത്തതാവട്ടെ അല്ലാത്ത വര പോലത്തെ ഏതായാലും, തിൽക്കാവജി, മുഖത്തിന് മുന്നിൽ നേരെങ്ങനെ മുന്നിൽ ഇടത് വലതായിട്ട് വരക്കരുത്. ബൽ അമീനിഹി, ഒരു പക്ഷേ വലതുവശത്താക്കുക, അതാണ് അഫ്മൽ. ഔ യസാരിഹി, അതല്ലെങ്കിൽ പിന്നെ ഇടതുവശത്താക്കുക. ഇടത്തോ വലത്തോ വശത്താക്കുക, നേരെ മുന്നിലാക്കലല്ല വേണ്ടത്. ഇനി വേറൊരു മസാല, വകുല്ലു സഫിൻ, ഓരോ സഫുകളും സുത്രത്തുൽ ലിമൻ ഖൽഫഹു, അവിടെ റംലിമാവിന് ഖിലാഫുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ നെറ്റിയേ ഷറഫിൽ അമീനി ഞാൻ കണ്ടിട്ടില്ല. വകുല്ലു സഫിൻ സുത്രത്തുൽ ലിമൻ ഖൽഫഹു, അത് അവിടേക്കാണ്, മറ്റേ വരുന്നുള്ളൂ. വകുല്ലു സഫിൻ, ഓരോ സഫും സുത്രത്തുൽ ലിമൻ ഖൽഫഹു, അതിന്റെ താഴെയുള്ളവർക്ക് സുത്രത്ത എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് 3 മുഴത്തിന്റെ അടുത്ത് മറയില്ല. പക്ഷെ അതിന്റെ തൊട്ട് ബേക്കിലുള്ള സഫ് 1-ാമത്തെ സഫിന്റെ തൊട്ട് 3 മുഴം അടുത്താണ്ട്. എന്നാ 1-ാമത്തെ സഫുകാർക്ക് സുത്രത്തില്ലെങ്കിലും 2-ാമത്തെ സഫുകാർക്ക് ഈ 1-ാം സഫ് സുത്രത്തായിട്ട് കൂട്ടാം. അത് വലിയൊരു ആശ്വാസമാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ വന്നാല് സൗദി അറേബ്യയിൽ, നിങ്ങളവിടെ UAE എങ്ങനെയാണെന്ന് അറിയില്ല, സൗദി അറേബ്യയിലൊക്കെ ഒരു താറാറുണ്ട്. ഈ ഹംബലിയക്ക് ഓരോ മദ്ഹബാണ്, ഹംബലിയക്ക് ഒരു പ്രശ്നമുണ്ട്. സൊഫ് തൂണുകൊണ്ടോ മെഹറാബ് കൊണ്ടോ മിമ്പറ കൊണ്ടോ ഒക്കെ മുറിഞ്ഞാൽ സൊഫിന്റെ ഫദീലത്ത് നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോ ഇവര് എന്ത് ചെയ്യും? മുന്നിൽ ഇമാമിന്റെ ബേക്കിൽ 2ഓ 3ഓ സൊഫ് കഴിഞ്ഞാൽ പിന്നീട് ഒരു വരി തൂണുണ്ടാവും പള്ളിയിൽ. അപ്പൊ ആ തൂണ് കൊണ്ട് മുറിയുന്ന ആ സ്ഥലം കൊണ്ട് വിട്ടിട്ട് അതിന്റെ ബേക്കിലാ നിൽക്കുക. അങ്ങനെ വരുമ്പോ ചിലപ്പോ 6 മുഴം അകലം വരും ഈ സൊഫിനെ. കാരണം 3 മുഴത്തിന്റെ അടുത്ത് നോക്കുമ്പോ നേരെ തൂണാണ്, തൂണിന്റെ ഇടയിൽ സൊഫ് കെട്ടാ, പക്ഷേ ഇവരെ മതബ് അനുസരിച്ച് പറ്റൂല. അപ്പൊ ആ സ്ഥലമാണ് കാലി വിടും, എന്നിട്ട് അതിന്റെ ബേക്ക് പോയിട്ട് സൊഫ് കിട്ടും. അപ്പൊ ഈ ബേക്കിലെ സൊഫുകാർക്ക് അതിന്റെ മുമ്പത്തെ സൊഫുമായിട്ട് 6 മുഴം അകലുണ്ട്. അപ്പൊ സുത്രത്ത് പോയല്ലോ. അന്നാ പിന്നെ
ഇബ്നു ഹൈതമി തങ്ങൾ പറയുന്ന അതിന്റെ ബേക്കിലുള്ള സൊഫുകാര് ഈ സൊഫിന്റെ തൊട്ട് 3 മുഴം അടുത്ത് നിന്നാൽ ഓൽക്ക് സുത്രത്തായി. ഇനി അതിന്റെ ബേക്കിലുള്ള ഓല് 3 മുഴം അടുത്ത് നിന്നാൽ ഓൽക്കും സുത്രത്തായി. പിന്നെ അടുത്ത തൂണിന്റെ അടുത്ത് എത്തുമ്പം വിട്ടിട്ട് അപ്പുറം പോയി നിന്നാല് ആ സൊഫുകാരുടെ എന്ത് പോവും, സുത്രത്ത് പോവും. അതിന്റെ ബേക്കിലുള്ളവർക്ക് കിട്ടും. പക്ഷെ റംലി ഇമാം പറഞ്ഞാൽ പറ്റൂല അത് പറ്റൂല എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള മുഴുവൻ ആളുകളുടെയും ജമാഅത്തിന്റെ കൂലി പോവും. അവിടെ ഇമാം ഇബ്നു ഹൈതമി പറഞ്ഞതാണ് അതിന്റെ ശരി. അവിടെയുള്ള ഗുണം മനസ്സിലായ ഞങ്ങൾക്ക്. ഒരു സ്വഫ് ഇതിന്റെ ബേക്കിലുള്ളവർക്ക് സുത്രത്താവൂ എന്ന് പറഞ്ഞാൽ ഈ ഇടക്ക് സുത്രത്ത് നഷ്ടപ്പെട്ട സ്വഫുകാർക്ക് ജമാഅത്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെടും. ജമാഅത്ത് സംബന്ധമായ ഖറാത്താണത്. അപ്പൊ പിന്നെ അതിന്റെ ബേക്കിലുള്ളവർക്ക് ആർക്കും കിട്ടൂല എന്ന് വരും റംലി ഇമാമിന്റെ ഖൗലെടുത്താൽ. അത് ഭയങ്കര അബദ്ധമല്ലേ? അതേ സമയത്ത് ആ ഒരു സുഫുകാർക്ക് സുത്രത്തില്ലാത്തതുകൊണ്ട് അവർക്ക് പോവും. അവരെ തൊട്ട് ബേക്കുള്ള സൊഫ് 3 മുഴം അടുത്താ നിൽക്കുന്നെങ്കിൽ അവർക്ക് സുത്രത്ത് ഉണ്ട് പരിഗണിക്കപ്പെടും. അപ്പൊ ഒരു സൊഫ് അതിന്റെ തൊട്ട് ബേക്കിലുള്ള സൊഫുകാരുടെ സുത്രത്തായി പരിഗണിക്കപ്പെടും എന്നത് ഇബ്നു ഹൈതമി തങ്ങളുടെ ഖൗലാണ്. അതിൽ ഇമാം റംലിക്ക് ഖിലാഫ് ഉണ്ട്. ആ ഖിലാഫ് ശരിയല്ല. അത് റംലി മാമ അറിഞ്ഞിട്ട് തരില്ല. അതൊരു മായനയില്ലാത്ത ഖിലാഫാ. ഇനി ഇമാം ബഗവി തങ്ങൾ പറയാണ് സുത്രത്തുൽ ഇമാമി സുത്രത്തു മൻ ഖൽഫഹു. ഇമാമ് മുന്നിൽ പറഞ്ഞേക്ക് മെഹ്റാബിന്റെ അതല്ലെങ്കിൽ തൂണിന്റെ അല്ലെങ്കിൽ ചുമരിന്റെ അടുത്ത് നിന്നു 3 മുഴം അടുത്താ നിൽക്കുന്നത്. അതിന്റെ ബേക്കിലുള്ള സൊഫുകാർക്കോ ഇമാമിന്റെ തൊട്ട് ബേക്കിലുള്ള ആൾക്ക് സുത്രത്തായിട്ട് പരിഗണിക്കപ്പെടും. എങ്ങനെ? ഇമാമിന്റെ മുന്നിൽ മുഴത്തബറായ 3 മുഴത്തിൽ അധികരിക്കാത്ത ദൂരത്തിൽ ചില മറയുണ്ടെങ്കിൽ അതിന്റെ ബേക്കിലുള്ള സൊഫിന് സ്വാഭാവികമായിട്ട് ആ ഇത് കിട്ടൂലല്ലോ. കാരണം ഇമാമിന്റെ 3 മുഴവും പിന്നെ ഇവരുടെ 3 മുഴവും കൂടി കൂട്ടുമ്പോൾ 6 മുഴ ഉണ്ടാവും ചുമരിന്റെ അടുത്തേക്ക്. അത് നോക്കണ്ട, ഇമാമിന് സുത്രത്ത് ഉണ്ടെങ്കിൽ ബേക്കിലുള്ളവർക്ക് സുത്രത്ത് കിട്ടൂ. ഇന്ദഹ. ഇനി സുത്രത്തു മുന്നിൽ മറയുണ്ടാകുന്നതും വൽ ഖുർബു മിനൽ ഇമാമി ഇമാമിനോട് അടുത്ത് നിൽക്കുന്നതും തമ്മിലെതിരായി എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ അടുത്തേക്കാണെങ്കിൽ മുന്നിൽ സുത്രത്തില്ല. മുന്നിൽ സുത്രത്ത് മറ ഉണ്ടാകുകയാണെങ്കിൽ ഇമാമിനോട് കുറച്ച് അകൽന്ന് നിൽക്കേണ്ടി വരും. ഇങ്ങനെ വന്നാൽ അപ്പൊ മറയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കാനുള്ള സുന്നത്താണ്, ഇമാമിന്റെ അടുത്ത് നിസ്കരിക്കാന്ന് പറയുന്നത് വേറൊരു സുന്നത്താണ്. അപ്പൊ രണ്ടും കൂടി കിട്ടൂല, ഏതെങ്കിലും ഒന്നേ കിട്ടൂ എന്നുള്ള സാഹചര്യം വന്നു. അതല്ലെങ്കിൽ മുന്നിൽ മറയുണ്ടാവുന്നതിന് സൊഫും അവർ 1-ാം സൊഫും തമ്മിൽ വൈരുദ്ധ്യം വന്നു. എന്ന് പറഞ്ഞാൽ 1-ാം സൊഫിൽ നിന്നാ മുന്നിൽ മറയില്ല. 2-ാം സൊഫിൽ വന്നാൽ 1-ാം സൊഫ് മറയായിട്ട് പരിഗണിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട്. അപ്പോ 1-ാം സൊഫിലാണോ മറയാണോ ഫമല്ലദീ യുഖദ്ദമു, ഏതിനെയാണ് മുന്തിക്കേണ്ടത്? ഇമാമിനോട് അടുത്ത് നിൽക്കുക എന്ന് പറയുന്നതിനെയാണോ മറയാണോ മുന്തിക്കേണ്ടത്? 1-ാം സൊഫിൽ നിൽക്കുക എന്ന് പറഞ്ഞതിനെയാണോ മറയെയാണോ മുന്തിക്കേണ്ടത്? ഖാല ശൈഖുന ഇമാം ഇബ്നു ഹൈതമി തങ്ങൾ പറയുന്നു കുല്ലു മുഹ്തമലുൻ, രണ്ടും സാധ്യതയുണ്ട്. കാരണം രണ്ടും സുന്നത്താണല്ലോ. ഇമാമിന്റെ അടുത്ത് നിൽക്കുക എന്ന് പറയുന്ന ഒരു സുന്നത്താണ്. സുത്രത്ത് ഒരു മറയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുക എന്ന് പറയുന്നത് മറ്റൊരു സുന്നത്താണ്. രണ്ടും വേണ്ടത് തന്നെയാണ്. പക്ഷേ ഇമാമിനോട് അടുത്തുക്കലിനെയാണോ പരിഗണിക്കേണ്ടത്, മറയെയാണോ പരിഗണിക്കേണ്ടത്? അല്ലെങ്കിൽ 1-ാം സൊഫിനെയാണോ പരിഗണിക്കേണ്ടത്, അല്ല മറയെയാണോ പരിഗണിക്കേണ്ടത്? വവാഹിറു ഖൗലിഹിം, ഇമാമിങ്ങൾ പറഞ്ഞ ഖൗലിന്റെ വാഹിർ ഏതാ ഖൗല്? യുഖദ്ദമു സൊഫുൽ അവ്വലു, 1-ാം സൊഫിൽ നിൽക്കലിന് മുൻഗണന കൊടുക്കണം. ഫീ മസ്ജിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ 1-ാം സൊഫിൽ നിൽക്കലിനെ മുന്തിക്കും. സംഗതി വൈകാന ഈ 1-ാം സൊഫാണെങ്കിലും ഖാരിജ മസ്ജിദി, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിന്റെ പുറത്താണെങ്കിലും ശരി. എങ്ങനത്തെ പള്ളിയാണ്? അൽ മുഖ്തസ് ബിൽ മുബാഫത്തി, നബി തങ്ങളുടെ പള്ളിക്ക് മാത്രമേ 1000 ഇരട്ടി എന്ന പ്രത്യേകതയുള്ളൂ. അങ്ങനത്തെ പള്ളിയിൽ നിന്നിട്ട് പുറത്താണെന്ന സൊഫെങ്കിൽ അവിടെ 1-ാം സൊഫിനെ മുന്തിക്കണം എന്ന് പറഞ്ഞ ഇമാമിങ്ങളുടെ ഖൗലിന്റെ വാഹിർ എന്താണ്? തഖ്ദീമു നഹ്വി സൊഫിൽ അവൽ, ഇവിടെ 1-ാം സൊഫ് ഇമാമിനോട് അടുത്ത് നിൽക്കൽ പോലെത്തതിനെയാണ് മറയെക്കാളും മുൻഗണന കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലായ ആലൂരെ? അത് കുറച്ചൊരു കനുള്ള വർത്താന, ഒന്ന് ഞാൻ ചെറുതാക്കി തരാം. അതായത് നമ്മളിപ്പോ മദീനത്ത് എന്നാല് ഇപ്പോഴല്ല, കുറെ മുമ്പ് തന്നെ പള്ളി വികസിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള ഷറഫാക്കപ്പെട്ട ആ പള്ളിയുടെ മുമ്പിലേക്ക് ഒരു 3 സൊഫിന് നല്ലോണം സ്ഥലം മുന്നോട്ട് നീട്ടിയിട്ടുണ്ട്. അടുത്തുനിന്നാ 4 സൊഫ് നിൽക്കാം. ഇപ്പോ നമ്മളെ പോലത്തെ ആളുകള് മദീനത്ത് പോയാല് മുത്തുനബിന്റെ പള്ളിയിൽ നിൽക്കുക എന്ന് പറയുന്ന ആ ഷറഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയും കഷ്ടപ്പെട്ട് അവിടെ നിൽക്കും.
ഇഖാമത്ത് കൊടുത്ത ജമാഅത്തിന് മുന്നിൽ സ്ഥലവുണ്ട്. ഒന്നാം സഫിൽ നിന്നാൽ പുതിയ പള്ളിയാവും, നാലാം സഫിലോ അഞ്ചാം സഫിലോ ആവും നബിതങ്ങളുടെ പള്ളിയിൽ നിന്നാൽ. ഇതാണ് അവസ്ഥ. ഇവിടെ ഏതാണ് ശ്രേഷ്ഠത? നമ്മളെ ശാഫി മദ്ഹബിലെ മുഅ്തമദ് അനുസരിച്ച് 1000 മടങ്ങ് പുണ്യം എന്ന് പറയുന്നത് പഴയ നബിതങ്ങളുടെ പള്ളിക്ക് മാത്രമേ ഉള്ളൂ, വലുതാക്കിയാനൊന്നും ഇല്ലാന്നാ. ഷാഫി മദ്ഹബില് ഖിലാഫുണ്ട്, മറ്റു മദ്ഹബുകാരൊന്നും അത് അംഗീകരിച്ചിട്ടുമില്ല. ഷാഫി മദ്ഹബില് ഇമാം നബവി തങ്ങൾ മുഅ്തമദാക്കിയ വജ്ഹ് അനുസരിച്ച് പഴയ പള്ളിക്ക് മാത്രമേ ഈ 1000 ഇരട്ടി കിട്ടൂ എന്നാണ്. ബാക്കിയൊക്കെ നമ്മളെ കീച്ചീത്ത പള്ളിക്ക് നിസ്കരിച്ച കൂലി തന്നെ ഉള്ളൂ. പഴയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ആ പള്ളിയിൽ നിസ്കരിച്ചാൽ മാത്രമേ 1000 മടങ്ങ് പുണ്യം കിട്ടൂ. അവിടുന്ന് കഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പള്ളിയിൽ തന്നെയാണെങ്കിൽ നിസ്കരിച്ചാൽ നമ്മളെ കീച്ചീരി പള്ളിക്ക് നിസ്കരിച്ചാൽ അതേ കൂലി തന്നെ ഉള്ളൂ, അവിടെയും കിട്ടുക എന്നാണ് നമ്മളെ നബി ഇമാമ മുഅ്തമദാക്കുന്നത്. അങ്ങനെ വരുമ്പോ ഈ 1000 കിട്ടും നബി തങ്ങളുടെ പള്ളിയിൽ നിന്നാൽ. ഒന്നാം സഫിൽ നിന്നാലോ ഒന്നാം സഫിന്റെ ഫളീലത്ത് കിട്ടും, പക്ഷെ 1000 കിട്ടൂല. എന്നാ ഏതാ വന്ദിക്കേണ്ടത്? അവിടെ ഒന്നാം സഫ വന്ദിക്കേണ്ടത്. കാരണം എന്താ? ഈ 1000 മടങ്ങിനെക്കാട്ടിലും മഹത്വം ഈ ഒന്നാം സഫിനാ കിട്ടുക. ആ ഹദീസ് അതൊന്നും ചോദിക്കണ്ട. അത് ഞാൻ പറഞ്ഞു, ഞാനത് ഒഴിഞ്ഞ പറച്ചിലാ പറഞ്ഞ. നബീമ മുഅ്തമദാക്കിയാണെങ്കിൽ പോലും ആ വിഷയത്തിൽ എനിക്ക് മനസ്സിന് ശിഫാ വന്നിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ സഹീഹായ ഹദീസ് ഇമാം മാലിക് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്, സൻഅ വരെ വികസിച്ചാലും എന്റെ പള്ളി തന്നെ എന്ന്. അത് വേറെ വിഷയമാണ്. ഇമാം നബവി തങ്ങൾ അത് പറയാനുള്ള ന്യായം എന്താന്ന് വെച്ചാൽ മസ്ജിദി ഹാദ എന്ന് ഇഷാറത്ത് ചെയ്തു പറഞ്ഞു എന്നൊരൊറ്റ ന്യായാണ്. അത് എത്രത്തോളം ആണ് എനിക്കറിയില്ല. മഹസൂസിലേക്കാണ് ഹാദ കൊണ്ടുള്ള ഇഷാറത്ത് എന്നാണ് അതിന്റെ ന്യായം പറയുന്നത്. മസ്ജിദി ഹാദ എന്ന് പറയുമ്പോൾ ഹാദന്റെ ഇഷാറത്ത് മഹസൂസിലേക്കാണ്. അപ്പൊ അന്ന് നിലവിലുള്ള പള്ളിക്ക് അത് ബാധകമാകൂ എന്നാണ്. പക്ഷേ നെസ് പുറത്തുണ്ടാവുമ്പോ പിന്നെ ആ തെളിവിന്റെ ഒന്നും ആവശ്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൻആ വരെ വികസിച്ചാലും അത് എന്റെ പള്ളി തന്നെയാണ് എന്ന് പറയുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് സഹിയായി വന്നാൽ പള്ളി എത്ര വികസിച്ചാലും 1000 കിട്ടും എന്നതാണ് ശരി. ഹദീസിലുണ്ട്, അങ്ങനെ സഹിയായ ഹദീസിൽ തന്നെ ഉണ്ട്. സൻആ വരെ വികസിച്ചാലും അത് എന്റെ പള്ളി തന്നെയാണ്. അപ്പൊ മസ്ജിദി ഹാദ എന്ന് പറഞ്ഞാൽ ഈ പള്ളി ഇന്നുള്ളതായാലും വേണ്ടില്ല, ഇനി വികസിക്കുന്നതായാലും വേണ്ടില്ല എന്നർത്ഥം വെച്ചാൽ എന്നോടും കിട്ടും. ആവശ്യം വേണ്ട, നമ്മളിപ്പോ ചർച്ച ചെയ്തല്ല. നമ്മളെ നബി ഇമാം മുഅ്തമദാക്കിയതനുസരിച്ച് പഴയ പള്ളിക്ക് മാത്രമേ 1000 മടങ്ങ് കിട്ടൂ എന്ന കൗല് എടുത്താല് ഈ 1000 കിട്ടുന്ന 4ാമത്തെ സുഫിൽ നിൽക്കലാണോ, സാധാരണ പള്ളിന്റെ കൂലി മാത്രം കിട്ടുന്ന 1ാം സുഫിൽ നിൽക്കലാണോ അഫ്ളല്? അവിടെ 1ാം സഫാണ് അഫ്ളല്. കാരണം എന്താ? 1ാം സഫിന്റെ ഫളീലത്തിന് ഈ 1000 മടങ്ങിനേക്കാളും മഹത്വമുണ്ട് എന്നതുപോലെ നോക്കുമ്പോ നമ്മളെ ഈ മസലയില്, അതായത് മുന്നിൽ സുത്രത്ത് ഉണ്ടാവുകയാണെങ്കിൽ 1ാം സഫ് കിട്ടൂല. 1ാം സഫ് കിട്ടിയാൽ മുന്നിൽ സുത്രത്ത് ഉണ്ടാവില്ല. എന്നാ ഏതാ നോക്കേണ്ടത്? സുന്നത്ത് സുത്രത്തിന്റെ സുന്നത്താണോ 1ാം സഫിന്റെ സുന്നത്താണോ? അവിടെ 1ാം സഫിന്റെ സുന്നത്താണ്. ശരി. ഇപ്പൊ 4 തർത്തീബ് പറഞ്ഞു. സ്ഥിരമായ ചുമര് തൂണ് പോലത്തത്, രണ്ടാമത് നാട്ടി വെക്കുന്ന വടി കസാല സ്റ്റൂള് പോലത്തത്, 3 മുസല്ല വിരിക്കല്, 4 വരക്കല്. ഇനി പറഞ്ഞു ഇതാ സല്ല, ഈ വ്യക്തി നിസ്കരിച്ചു, ഇലാ ഷൈഇൻ മിൻഹ, ഈ 4ൽപ്പെട്ട ഏതെങ്കിലും ഒരു സുത്രത്ത് കൊള്ള മുന്നിട്ട് നിസ്കരിച്ചു എന്നാൽ ഫയുസന്നു ലഹു, ആ നിസ്കരിക്കുന്ന വ്യക്തിക്ക് സുന്നത്താക്കപ്പെടും. വലി വൈരിഹി, ഇനി കണ്ടു നിൽക്കുന്ന പുറത്തുള്ള ആൾക്കും സുന്നത്താക്കപ്പെടും. ദഫ്ഉ മാരിൻ ബൈനഹു വബൈന സുത്രത്തി, മേൽ പറയപ്പെട്ട 4 മറയുടെയും ഈ നിസ്കരിക്കുന്ന വ്യക്തിയുടെയും ഇടയിലൂടെ നടന്നു പോകുന്ന ആളെ തടയൽ സുന്നത്താക്കപ്പെടും. തടയൽ നിസ്കരിക്കുന്നവനും തടയാ, വേറെ കണ്ടുക്കുന്ന പുറത്തുള്ളവർക്കും തടയാം. പക്ഷെ എങ്ങനത്തെ മറയായിരിക്കണം? അൽ മുസ്തൗഫിയത്തിൽ ഷുറൂത്തി, മേൽ പറഞ്ഞ ഷർത്തോക്കണം എന്ന് പറഞ്ഞാൽ തർത്തീബ് പാലിച്ചിരിക്കണം. അതോടുകൂടി 3 മുഴത്തേക്കാൾ അകലമില്ലാതിരിക്കണം. ഇങ്ങനൊക്കെ ഉണ്ട്. അപ്പോ തൂണുണ്ടെങ്കിൽ തൂണിലേക്ക് തന്നെ മുന്നിടണം, അതല്ലെങ്കിൽ വടി കസാര പോലത്തത് ഉണ്ടെങ്കിൽ അതിലേക്ക് മുന്നിടണം, അതല്ലെങ്കിൽ മുസല്ല വേണം, അതല്ലെങ്കിലേ വരെ പറ്റൂ. ഈ തർത്തീബ് പാലിക്കുകയും ചെയ്തു. അതോടുകൂടി 3 മുഴത്തേക്കാൾ അകലമില്ലാതിരിക്കുകയും ചെയ്താൽ മുന്നിൽ കൂടെ നടക്കുന്നവനെ തടയൽ സുന്നത്താക്കപ്പെടും. എപ്പോ? എല്ലാരും എല്ലാ വക്കത്താബി മുറൂറിഹി, ഈ കടന്നു പോകുന്ന മുന്നിലൂടെ നടക്കുന്നവൻ തെറ്റ് ചെയ്തവനാവും വേണം, അപ്പഴേ തടയാൻ പറ്റുള്ളൂ.
അങ്ങനെ തെറ്റിയത് ഈ കൗനി മുക്കല്ലഫൻ ആള് പ്രായപൂർത്തി ബുദ്ധിയുള്ള ആളാണ്. ബുദ്ധിയില്ലാത്തോളം അവനാണെങ്കിൽ അവന് മുക്കല്ലഫല്ലല്ലോ, അല്ലെങ്കിൽ പ്രായപൂർത്തി എത്താത്തവനാണെങ്കിൽ മുക്കല്ലഫല്ലല്ലോ. അപ്പൊ മുക്കല്ലഫായ ഒരാള് ഈ മറയുടെയും ഈ നിസ്കരിക്കുന്ന വ്യക്തിയുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ തടയൽ സുന്നത്തുണ്ട്. സുന്നത്തുണ്ട് മാത്രമല്ല, വേറെ മുറൂറ് ബൈനഹുവ ബൈന സുത്രത്തി, ഈ നിരക്കുള്ള മറയുടെയും നിസ്കരിക്കുന്നതിന്റെയും ഇടയിലൂടെ നടന്നു പോകൽ ഹറാമുമാണ്. തടയൽ സുന്നത്താവുന്ന സാഹചര്യത്തിൽ, അഥവാ നിബന്ധനയൊത്ത മറ ഉണ്ടാവുകയും ആ മറയിലേക്ക് 3 മുഴം അകലാത്ത നിരക്ക് നിൽക്കുകയും ചെയ്ത് നിസ്കരിക്കുമ്പോൾ മുന്നിലൂടെ നടന്നു പോകൽ ഹറാമാണ്. എപ്പം വേറെ നടന്നു പോകാൻ വഴിയില്ലെങ്കിലും ഹറാം തന്നെയാണ്, പോകാൻ പാടില്ല. പക്ഷേ മാലം യുഖസ്സിർ, ഈ നിസ്കരിക്കുന്ന വ്യക്തി വീഴ്ച വരുത്തിയിട്ടില്ലെങ്കിൽ വഴിയിലാണ് പോയി നിന്നത്. ഇപ്പം നടക്കുന്ന വഴിക്ക് പോയി നിൽക്കുകയാണെങ്കിൽ ഇവന്റെ അടുത്ത് തകരാറ്, അപ്പം നടക്കുന്നവനെ തടയാൻ പറ്റൂല. മുമ്പിലുള്ള സൊഫിൽ ഒഴിവുള്ളതോടുകൂടി ബേക്കിലെ സൊഫിൽ നിന്നാൽ അവിടെ മുന്നിൽ നടക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റൂല. ഫലിദാഹിരി, ഇങ്ങനെ ഇടംലോട്ട് പള്ളിയിൽ കടന്നു വരുന്നവന് പറ്റും. ഹർഖുസുഫൂഫി, സൊഫുകൾ കീറി കടന്നു പോകാ. വൈകസുറത്ത് എത്ര സൊഫുണ്ടെങ്കിലും കടന്നു പോകാൻ ഹത്തായ ശുദ്ധ അവിടെ നിർത്താൻ. നേരം മുമ്പിലെ സൊഫിൽ ഒരാൾക്ക് നിൽക്കാൻ ഒഴിവുള്ളതോടുകൂടി ബേക്കിലെ സൊഫിൽ നിന്നാൽ ഇവന്റെ മുന്നിൽ കൂടെ നടക്കുന്നതിന് കുഴപ്പമില്ല. ഇനി ഇൽത്തിഫാത്തിന്റെ മസല, കുറെ സുന്നത്തുകളുണ്ട്. നിലത്തോത്ത് നെറ്റ് കൊണ്ട് മുടങ്ങി ഏതായാലും തീരൂല. ഇനി കറാഹത്തായ സ്ഥലങ്ങള് 1-2 സുന്നത്ത് അല്ല, സുന്നത്തുകൾ ഏകദേശം കഴിഞ്ഞ്. ഇനി നിസ്കാരത്തിൽ വരുന്ന കറാഹത്തുകളെ കുറിച്ചാണ്, നിസ്കാരത്തിൽ വരുന്ന കറാഹത്തുകളെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. ഏതാണ്ട് സുന്നത്തുകളെ സംബന്ധിച്ചുള്ള ചർച്ച അവസാനിപ്പിച്ചു. എന്താ മറയില്ലെങ്കിലോന്ന്, എന്ത് മറയില്ലെങ്കിലോന്ന്, എന്താ ആരുരെങ്കിൽ ഈ അടിക്കണ ഇടക്കങ്ങൾ ചിലപ്പോഴായിരിക്കും എനിക്ക് മനസ്സിലാണില്ല. അതാണ് പ്രശ്നം. മുന്നില് ഒഴിവുണ്ട്, കാലി സ്ഥലമുണ്ട്, മറയില്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ കൂടെ മുന്നിൽ കൂടെ. അങ്ങനെ ഒരാൾ ഈ പറയപ്പെട്ട നിബന്ധന അനുസരിച്ച് മറയില്ലാതെ നിസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ മുന്നിൽ കൂടെ നടക്കുന്നവനെ തടയാൻ പാടില്ല. പക്ഷെ നടക്കൽ കറാഹത്താണെന്നൊരു അഭിപ്രായമുണ്ട്, ഖിലാഫുല്ലൗലയാണെന്നുണ്ട്. ഖിലാഫുല്ലൗലയാണെന്നുള്ളതാണ് മൊത്തമത്. ഏതായാലും ഹറാമില്ല. മറയില്ലാതെ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ മുന്നിലൂടെ നടക്കൽ ഹറാമില്ല, തന്നെയല്ല നടക്കുന്നവനെ തടയാൻ പാടുമില്ല. എന്നാൽ നടക്കുന്നതിന് നോക്കുമെന്താ ഖിലാഫുല്ലൗലയാണ് മൊത്തമത്. എന്നാ വേറെ ചിലര് കറാഹത്താന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും ഹറാമില്ല. മറ ഉണ്ടാവുകയും നിബന്ധനൊത്ത മറയാവുകയും ചെയ്താൽ മുന്നിൽ കൂടെ നടക്കൽ ഹറാമ്. മറ ഇല്ലാതെ നിസ്കരിക്കുകയാണെങ്കിൽ മുന്നിൽ കൂടെ നടക്കൽ ഒരുപക്ഷെ കറാഹത്ത്, അല്ലെങ്കിൽ ഖിലാഫുല്ലൗല. അത്രയാണ്. അതാ ചോദിച്ചു. ഓക്കെ, ഇനി നിസ്കാര സംബന്ധമായ കറാഹത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത